3 നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പണ്ഡിതനും ഒരു സഹാബിക്കും തർക്കമില്ലാത്ത കാര്യം, അലാ ദമ്മിൽ മുബ്തദിഅതി, പുത്തൻവാദിയെ ആക്ഷേപിക്കണം, വമുഹാജറതിഹിം, അവരുമായി മാറി നിൽക്കണം, വഖത്ഇ സുഹ്ബതി മഅഹും, അവരുമായി ബന്ധം വിച്ഛേദിക്കണം. അതിൽ സലഫു സ്വാലിഹീങ്ങളായ ഇമാമിങ്ങൾക്കും സഹാബികൾക്കും ഒരു തർക്കവും ഇല്ലെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇനി 1000 പണ്ഡിതന്മാർ ആ വിഷയം പറഞ്ഞതുണ്ട് എന്ന് എല്ലാ ആലിമീങ്ങൾക്കും അറിയാമല്ലോ. എന്തിനാണ് അവരങ്ങനെ പറഞ്ഞത്? അതിന് താജുൽ ഉലമ പറഞ്ഞു, മക്കളെ, ആരോഗ്യം പകരൂല, രോഗം പകരും. ആരോഗ്യം ഒരാൾക്ക് പകരൂല, അത് അവരവർക്ക് തന്നെ ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. രോഗം അങ്ങനെയല്ല, രോഗം പകരും. ഇതൊരു വലിയ പകർച്ചവ്യാധിയാണ്. ആ പകർച്ചവ്യാധിയുമായുള്ള ബന്ധം ഉണ്ടായാൽ ആ രോഗം പകരാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സർവ്വ ഇമാമിയങ്ങളും തർക്കമില്ലാതെ അത് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആവിർഭാവ കാലത്തെ ഏറ്റവും പ്രഗത്ഭരായ ആലിമീങ്ങൾ ഒന്നിലധികം ദിവസം ഇരുന്ന് പുസ്തകങ്ങൾ പരിശോധിച്ച് പുത്തൻവാദികളുടെ ആശയം ബിദ്അത്താണ്